ഹായ് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും റാബിറ്റ് ഫാമിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റീന. എൻ്റെ ഫാം ഉള്ളത് ഇടുക്കി തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇതെന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അതായത് കോതമംഗലത്ത് നിന്നാണെങ്കിൽ ഏകദേശം ഒരു 40-45 കിലോമീറ്ററാണ് നമ്മുടെ ഫാമിലേക്കുള്ളത്. ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണെങ്കിൽ 21 കിലോമീറ്റർ. പിന്നെന്താ പറയുക, എങ്ങനെ പോകുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ? അതെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, അത് വീഡിയോ ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇതിനകത്ത് ടോക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാറ്റിക്കളയരുത്. ഇതിനകത്ത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുയലുകളുടെ പല്ലു വളർച്ചയെ കുറിച്ചാണ്. അതായത് പല്ലു വളരും അല്ല, എല്ലാവർക്കും വളരും, പക്ഷെ അമിതമായിട്ടുള്ള പല്ലു വളർച്ച, അതാണ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം. എന്തുകൊണ്ട് മുയലുകളിൽ അമിത പല്ലു വളർച്ച വരുന്നു? ജനിതക മാറ്റത്തിലൂടെ നമുക്ക് മുയലുകൾക്ക് പല്ലു വളർച്ച വരുന്നതായിട്ട് കാണാം. പിന്നെ അല്ലാതെ തന്നെ ഇൻസിസർ, അതായത് മാലോക്ലൂഷൻ, ഇൻസിസർ മാലോക്ലൂഷൻ എന്ന് പറയും. അത് ജനിതകമല്ല, അതെന്താ പറയുക, നിര തെറ്റി വരുന്ന, അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ഒരു വളർച്ച. ഓക്കെ, അത് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ വെച്ചാൽ നോർമലായിട്ടുള്ള പല്ലു വളർച്ച. അപ്പോൾ ഈ ജനിതക മാറ്റം വരുന്ന മുയലുകൾക്ക് വരുന്ന പല്ലു വളർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മെഡിസിനോ വേറെ ഒന്നും ചെയ്യാനില്ല. അത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തടയാനായിട്ടൊരു വഴിയേ ഉള്ളൂ. അതായത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഫാമിൽ എപ്പോഴും രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ ഈ രജിസ്റ്റർ സൂക്ഷിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള മുയലുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ, ഏതിൽ നിന്ന് ഉണ്ടായി എന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഒരു മെയിൻ കാര്യമുള്ളത്. പിന്നെ ഈ ജനിതക മാറ്റം വന്ന മുയലുകൾക്ക് ഉണ്ടാകുന്ന പല്ലു വളർച്ചയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ, അതിനെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. രണ്ടാമത്തെ പല്ലു വളർച്ചയെ കുറിച്ച്, ഇൻസിസർ. അത് എന്താ പറയുക, ഒരേ നിരയിൽ വളരണില്ല. അത് നമുക്ക് മനുഷ്യർക്കൊക്കെ സംഭവിക്കുന്നതാണത് കേട്ടോ. അതായത് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ള ഗ്രൈൻഡിങ് നടക്കുന്നില്ല. അവർക്ക് എന്താ പറയുക, നമ്മൾ പുല്ലുകളൊക്കെ കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, മുകളിൽ നിന്ന് നേരെ ലെവലിലേക്കല്ല വരുന്നത്, അത് താഴേക്ക് പോയിട്ട് ചുണ്ടിൻ്റെ ഇടയിലേക്ക് വളർന്നു കയറും. താഴെ നിന്ന് വരുന്ന പല്ല് മുകളിലേക്ക് പോയിട്ട് മൂക്ക് വരെയൊക്കെ എത്തും. അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം വരും. മുയൽ ചത്തും പോവും. അത് ഗ്രൈൻഡ് ചെയ്തൊക്കെ നിർത്താം, പക്ഷേ അത് അത്ര വലിയ സക്സസ് ആകില്ല. ഒരു 2 മാസം കൊണ്ട് 2.5 മാസം കൊണ്ടൊക്കെ വീണ്ടും അത് വളർച്ച വരുന്നതാണ് ഈ രണ്ടാമത്തെ എന്താ പറയുക, പല്ലു വളർച്ചയുടെ ഒരു കാര്യം. അതിനെ നമ്മൾക്ക് കട്ട് ചെയ്ത് നിർത്തിയിട്ടാണെങ്കിലും വളരുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കുറേ കൂടി അവർക്ക് പെയിൻഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മുയലുകളെ ഒഴിവാക്കുക തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവർക്ക് ശ്വാസകോശം മുതൽ ചെവി, തല, എന്താ പറയുക, അങ്ങനെ പല കാര്യങ്ങളും ഇൻഫെക്ഷൻ വരും. അങ്ങനെ അവർ നോർമലി ചത്തുപോകാനുള്ള കാര്യം, അവർക്ക് തിന്നാനും പറ്റില്ല, തീറ്റ കഴിക്കാൻ പറ്റില്ല. ഇത് നോർമലി അവർക്കുള്ള ചവയ്ക്കാനുള്ള ആ ഒരു ശേഷി ഇല്ലാണ്ടാവും. അത് ഒരേ നിരപ്പായത് മാത്രമല്ലേ നമുക്ക് മനുഷ്യർക്കായാലും ചവച്ചരച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് നേരെ വരാത്തത് കാരണം കൊണ്ട് തന്നെ അവർക്ക് നോർമലി ഉള്ള ചവയ്ക്കൽ നടക്കുന്നില്ല. അപ്പോൾ ഈ പല്ലുകളുടെ ഗ്രൈൻഡിങ് നടക്കാത്ത കാരണം കൊണ്ട് തന്നെ തേയ്മാനം സംഭവിക്കാത്തത് കാരണം ഓവറായിട്ടിത് വളർന്നു വരും. അത് ജനറ്റിക്കലി അല്ല, അത് ഈ പറഞ്ഞ പോലെ ഇൻസിസർ മാലോക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിരതെറ്റി, അതായത് ക്രമം തെറ്റി വളരുന്ന പല്ലുകളുടെ അവസ്ഥ. അതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നോർമലായിട്ട് പല്ലു വളരുന്നു. അത് ഈ നോർമൽ പല്ലു വളർച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 3 ഇഞ്ച് വരെ പല്ലു വളരും. മറ്റേതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ ജനിതക മാറ്റം വന്നതും രണ്ടാമത് ഞാൻ പറഞ്ഞതും ആ പല്ലു വളർച്ചയും 5 ഇഞ്ച് വരെ പല്ല് വളരും ഒരു വർഷത്തിൽ. അപ്പോൾ 5 ഇഞ്ച് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആലോചിക്കാമല്ലോ അല്ലേ, അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ 3 ഇഞ്ച് വളരുന്ന സാധാരണ മുയലുകൾക്ക് അവർക്ക് വളർച്ചയെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതും വർഷത്തിൽ 3 ഇഞ്ച് വളരുമെന്ന് പറയുമ്പോഴേക്കും സാധാരണ ഗ്രൈൻഡിങ് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരുടേത് ക്രമമായിട്ടുള്ള പല്ലുകളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ വേറെ പ്രത്യേകമായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ കൊടുക്കുന്ന പുല്ല്, വൈക്കോല്, അല്ലാന്നുണ്ടെങ്കിൽ കമ്പുകൾ അല്ലേ, ഈ മുരിങ്ങ, ഞങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മുരിക്കിൻ്റെ കമ്പൊക്കെ കിട്ടുമ്പോഴേക്കും അങ്ങനെ കുറച്ച് ഒന്ന് എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള കമ്പുകളൊക്കെ ഇട്ട് കൊടുക്കും. C3 CF5 തണ്ടുകളാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അവരത് കഴിച്ച് അവരുടെ ആ പല്ലു വളർച്ച അവർ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ അഡീഷണലായിട്ട് വേറെ ഒന്നും അവർക്ക് ചെയ്തു കൊടുക്കണ്ട. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഞാൻ
എന്താ പറയുക, നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്ന ചട്ടിയൊക്കെ കടിക്കും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അതൊക്കെ അവരുടെ പല്ല് വളർച്ചയെ നിയന്ത്രിക്കാനായിട്ടൊന്നും ഒരു മാർഗ്ഗമല്ല കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ചട്ടിയോ ഓടും കഷ്ണമോ ഒന്നും അവർക്ക് ദയവായി ഇട്ട് കൊടുക്കരുത്. വെള്ളം വെച്ച് കൊടുക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ ചട്ടികളോ ഒക്കെ കടിച്ച് പല്ല് വളർച്ചയെ നിയന്ത്രിക്കുന്നതല്ലാതെ അത് വേറൊരു സൈഡ് എഫക്റ്റും കൂടി അവർക്ക് വരും. എന്തറിയുമോ, ആ മണ്ണ് അവരുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ രോഗങ്ങൾ വരും. മണ്ണ് ദഹിച്ചു പോവുമോ? ഇല്ല. അപ്പോൾ അവർക്ക് വേറെ അസുഖങ്ങൾ വരും, നമ്മളുടെ മുയലുകൾ ചത്തുപോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെന്താ പറയുക, അപ്പം ഞാൻ ഇതിനകത്ത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അമിത പല്ല് വളർച്ച വന്ന മുയലിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എല്ലാ ഫാമുകളിലൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പം ഞാൻ ഈ 6 വർഷമായി മുയലിനെ വളർത്തുന്നത്. ഇന്ന് വരെ ഒരെണ്ണത്തിന് പോലും എൻ്റെ ഫാമിൽ ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. അമിത പല്ല് വളർച്ച എന്നുള്ളൊരു ഇത് വന്നിട്ടില്ല. പക്ഷേ ഞാൻ കേൾക്കുന്നുണ്ട്, പലയിടത്തു നിന്നൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് അതിങ്ങനെ അമിത പല്ല് വളർച്ച വരുന്നുണ്ട്, അതെന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. എന്നാലും നമ്മൾക്കും വരാം അല്ലേ, നാളെ ആണെങ്കിലും വരാം. അപ്പോൾ അത് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്തേക്കുക. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാരെങ്കിലും കേട്ടോ, എല്ലാവർക്കും വളരെ ഉപകാരമുണ്ട്. എന്തായാലും എൻ്റെ എല്ലാവിധ സ്നേഹാശംസകളും നിങ്ങൾക്ക് നേരുന്നതാണ്. കുറേ ആൾക്കാർ മുയൽ കൃഷിയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആ വീഡിയോ കണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. ഇത് കണ്ടോ, ഇതുപോലെ ഒരു കെട്ട് പുല്ല് ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയിടും. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ തണ്ടുണ്ടല്ലോ, നോക്കിയേ, ഇതാണ് എൻ്റെ തണ്ടാണത്. ഞാൻ ഒരു പ്രത്യേകമായിട്ട് ചെയ്യുന്നതല്ല, എന്നാലും ശരി, അവർ പുല്ലൊക്കെ കടിച്ച് നിന്ന് കഴിയുമ്പോഴേക്കും അവർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇത് കടിച്ച് കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു തണ്ടും കൂടിയിട്ട് ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ പുല്ലിൻ്റെ കെട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യണ്ട, എന്നാൽ പോലും ഞാൻ പറയുന്നതാണ്. പിന്നെ എന്നാൽ മുരിക്കിൻ്റെ ഇലയൊക്കെ വെട്ടുമ്പോഴേക്കും നമുക്കിത് ഇതേപോലെ ഇളം തണ്ടുണ്ടല്ലോ, ഇതും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അവരിങ്ങനെ കഴിച്ചും കൊണ്ട് കിടന്നോളും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പല്ല് വളർച്ച, പല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻസിസർ ഷേപ്പിലല്ല വരുന്നത്. ഓക്കെ, അത് കറക്റ്റായിട്ട് അവരുടെ ആ ഗ്രൈൻഡിങ് നടന്നോളും. അതുകൊണ്ട് തന്നെ അവരുടെ പല്ല് വളർച്ച ക്രമമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ നോർമലി കൊടുക്കുന്ന ഇലകൾ, പുല്ലുകൾ ഒക്കെ മതി അവർക്ക്. ഇപ്പോൾ വൈക്കോല് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അവരത് കടിച്ച് തിന്നോളും. അവരുടെ പല്ല് വളർച്ച ക്രമമായിട്ട് നടക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ അമിതമായിട്ടുള്ള പല്ല് വളർന്നു എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കംപ്ലൈൻറ്റുകൾ എന്തായാലും നമ്മളുടെ ഫാമിൽ നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരും അതോർത്തിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട. പക്ഷേ അമിത വളർച്ച കാണിക്കുന്ന പല്ലുകളുണ്ടല്ലോ, അതായത് മുയലുകളുടെ പല്ലുകൾ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനും ഇല്ല. അധികം പല പ്രാവശ്യം സൂചിപ്പിച്ചു. അതുതന്നെ ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ സാധാരണ രീതിയിലുള്ള മുയലുകളൊന്ന് ഇതേപോലെ തന്നെ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ.